ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ നമ്മളെങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ ഡേറ്റ്സ് ഹൽവ ഉണ്ടാക്കാവുന്നതാണ്. ഡേറ്റ്സ് ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് ഡേറ്റ്സും പിന്നെ നട്ട്സും, പിന്നെ നിങ്ങൾക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഫിഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഡേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കണമെങ്കിലും ഇതേ റെസിപ്പി ഫോളോ ചെയ്യാം, പക്ഷേ ആ പൈനാപ്പിൾ എടുക്കുന്നതിൻ്റെ എമൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാഷ്യൂസൊക്കെ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളർ വന്ന വരെ ഫ്രൈ ചെയ്തു. എന്നിട്ട് അത് മാറ്റി വെക്കും. പിന്നീടാണിത് നമ്മൾ ഹൽവയിലേക്ക് ആഡ് ചെയ്യണത്. എന്നിട്ട് ഈ നെയ്യിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചേക്കുന്ന വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കും. എന്നിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യണത്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഡേറ്റ്സ് പേസ്റ്റാക്കി വെച്ചേക്കാന്ന്. ഞാൻ ഇതിനകത്ത് വെള്ളമോ പാലോ ഒന്നും ചേർത്തടിച്ചിട്ടില്ല. ഡേറ്റ്സ് നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് കുതിർത്താനിട്ടിട്ട് നമ്മുടെ ബ്ലെൻഡറിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് ശരിക്കും ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ആ പേസ്റ്റൊക്കെ നല്ലപോലെ ആ വെള്ളത്തിൽ മിക്സ് ആവും. എന്നിട്ട് ചൂടായി വരുമ്പോൾ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടാവണം. അതും ഈ ഡേറ്റ്സിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക. കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കൈ എടുക്കാൻ പാടില്ല. ഇളക്കാന്നെടുത്ത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തേക്കുക. ടോട്ടൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം ഇത്രയും ഹൽവ ഉണ്ടാക്കാനായിട്ട്. ഇതൊരു ചെറിയൊരു ടിഫിൻ ബോക്സിൽ സെർവ് ചെയ്യാൻ പാകത്തിന് അത്ര ഹൽവയെ കിട്ടുള്ളൂ ഈ മെഷർമെൻറ്റ്സ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. മറ്റ് പാത്രത്തിൽ ലാസ്റ്റ് പാത്രത്തിൽ കുറച്ച് തടവാനുണ്ട്. അതുകൂടാതെ ആണ് ഈ 3 ടേബിൾ സ്പൂൺസ് നെയ്യ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഹൽവ ശരിക്കും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ശരിക്കും കൈ വേദന എടുക്കും. ഞാൻ ആദ്യം ഇളക്കി തുടങ്ങിയപ്പോൾ ചെറിയ സ്പൂൺ വെച്ച് ഇളക്കി തുടങ്ങിയത്, പക്ഷേ കൈ ആ ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നീളമുള്ള ഒരു സ്പൂൺ എടുത്തു. അപ്പോൾ ശരിക്കും ഇളക്കണം. നമുക്ക് കൈ ശരിക്കും വേദന എടുക്കും. ഒരു 15-20 മിനിറ്റ്സ് കൂടുതൽ തന്നെ ഇളക്കാനുണ്ട്, എന്നാലേ അത് കട്ടിയായി വരുള്ളൂ. കുറച്ച് കട്ടിയായി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചല്ല നല്ലപോലെ കട്ടിയായി വരണം. ഇപ്പോൾ കണ്ടോ, കുറച്ച് ആ ഒഴിച്ച പോലെ അല്ല ഇതിരിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരിയും കൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഹൽവയ്ക്കുള്ള പാകം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഏത് ചട്ടിയാണോ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരും ഹൽവ. ആ ടൈം ആകുമ്പോൾ ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്തു. നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും മിക്സ് ചെയ്യുക, എന്നാലാണ് എല്ലാ ഭാഗത്തും കറക്റ്റ് ആ നട്ട്സൊക്കെ വരുള്ളൂ. ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ശരിക്കും അങ്ങോട്ട് വിട്ട് പോരും. അപ്പോൾ ആ ഹൽവയുടെ ആ സാധനമൊക്കെ നല്ല ഉരുണ്ട് വരും കയ്യിലോട്ട്. അപ്പോൾ ഇത് ഏറെക്കുറെ നമ്മൾ എടുക്കാറായി. കണ്ടോ, ഫുൾ പോകുന്നു. ഇങ്ങനെ ഒരു കട്ടിയുള്ളൊരു പരുവായപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഈ ടൈമിൽ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഷേപ്പിലുള്ളൊരു ബോക്സോ പാത്രമോ ട്രേയോ എന്തെങ്കിലും നല്ലപോലെ നെയ്യ് പുരട്ടി വെക്കുക. നെയ്യ് പുരട്ടി വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലുവ സെറ്റായിട്ട് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഹലുവ പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഒരു പാത്രത്തിന് ചുറ്റും നെയ്യ് പുരട്ടി വെക്കുക. അതിനകത്തേക്ക് നല്ല കട്ടിയായ ഈ മിക്സ് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്തിട്ട് പതുക്കെ മോൾ ഭാഗം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഹലുവ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ലത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചൊരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഇരുന്ന് തണുക്കലായിരിക്കും. എന്നിട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഹലുവ നല്ല ഷേപ്പിൽ കിട്ടും, മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ ഡേറ്റ്സ് ഹൽവ ഉണ്ടാക്കാൻ. ഡേറ്റ്സ് ഹൽവ ഓൾമോസ്റ്റ് എല്ലാ ഹലുവയും ഈ ഏറെക്കുറെ ഈ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹലുവ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് റിവ്യൂസ് കമൻറ്റ് ബോക്സിലിടും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ്, ടേക്ക് കെയർ ആൻഡ് ബൈ.